ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുന്നങ്കായയുടെ പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ കുന്നങ്കായയുടെ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് കുന്നങ്കായാണ്. കുന്നങ്കായ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കുന്നങ്കായാണ്. അപ്പോൾ നമ്മളിത് നമ്മളുടെ വാവയ്ക്ക് വേണ്ടിയിട്ട് പൊടി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളിത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത കുന്നങ്കായ ഓരോരോ പഴമായിട്ട് നന്നായിട്ട് അടർത്തിയെടുക്കുക. നന്നായിട്ട് അടർത്തിയെടുത്തതിന് ശേഷം നമ്മളിതൊരു കൊട്ടയിലേക്കാണ് മാറ്റുന്നത്. ഈ കൊട്ടയിലേക്ക് മാറ്റിയ കുന്നങ്കായ നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഇതിൻ്റെ തൊലി ഭാഗം നല്ല രീതിയിൽ തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ തുടച്ചെടുക്കുന്ന പഴം വേറൊരു പാത്രത്തിലേക്ക്, നല്ലൊരു വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. നല്ലൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കുന്നങ്കായ എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞു മക്കൾക്ക്, നമ്മളിപ്പം 6 മാസമൊക്കെ ആയ മക്കൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങുന്ന ഒരു ടൈമാണല്ലേ 6 മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡും കൂടിയാണ് ഈ കുന്നങ്കായയുടെ കുറുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ തുടച്ച് വെച്ചിട്ടുള്ള കായകൾ നമ്മൾ നന്നായിട്ട്, നമ്മൾ ഈ ബനാന ചിപ്സൊക്കെ ഇല്ലേ, ആ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ പഴത്തിൻ്റെ തൊലി കളയുമല്ലോ, അതേ രീതിയിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ചെറിയ പഴത്തിൻ്റെ തൊലിയും കളയുകയാണ്. അപ്പം ഈ തൊലി നമുക്ക് ആവശ്യമില്ല, തൊലി നമ്മൾ ഈ പൊടിക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ തൊലി നമ്മൾ കംപ്ലീറ്റ് ഫുള്ളായിട്ട് എടുത്ത് കളയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസിയുള്ളൊരു പരിപാടിയൊന്നുമല്ല. നമ്മൾ കുറച്ച് നേരം ബുദ്ധിമുട്ടി തന്നെ കളയണം ഈ പൊടി, ഈ തൊലി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ബനാന ചിപ്സിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അരിഞ്ഞ സാധനം നമ്മൾ 2-3 ദിവസം നല്ല വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പം നമ്മൾ ഈ നൈസായിട്ട് അരിയുമ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങുക എന്ന് പറയുന്നൊരു കാര്യം കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. ഇങ്ങനെ ചെറുതായിട്ട് അരിയാന്ന് പറയുന്നത്. ചെറുതായിട്ട് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കുനുകുന അരിയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയം ഒക്കെ എടുക്കും. പക്ഷെ എന്നാലും ഇത് ഉണങ്ങുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു ടെറസിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മളൊരു കുന്നങ്കായ എടുത്തിട്ട് നമുക്കൊരു കുപ്പി നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റിയാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ മക്കൾക്ക് കുറുക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക.